നേരെ ഇങ്ങോട്ട് പോയിരുന്നു. അമ്മയുടെ അടുത്ത് കയറിയില്ല. നമ്മൾ പള്ളിയിൽ പോവാം, സന്ധ്യാ നമസ്കാരത്തിന് പോയിട്ട് വരാം കേട്ടോ. നാളെ ഓശാന ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒന്ന് കുർബാന സ്വീകരിക്കണമെന്നുണ്ട്. അതിന് നമ്മളൊന്ന് പോയേച്ചും വരാം കേട്ടോ. സമയം ഇച്ചിരി താമസിച്ചതുകൊണ്ട് എളുപ്പം പോയി കുളിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറക്കട്ടെ. പിന്നെ ഏതെടുത്തിടണോ? മറ്റേതെടുത്തിടാനോ? ഏതാ എൻ്റെ കൂടെ ചേരൂ? കുഞ്ഞോയ്ക്ക് കൊടുത്തോ? ഞാനിക്കോ കൊടുക്കിച്ചിരി. എന്തോ മക്കളെ? അച്ചാച്ചി വിളിക്കുന്നു. അച്ചാച്ചിയെ കാണിക്കാനായിരിക്കും ഓടുന്നത്. മോൻ വലിയ വില്ലനാണ്. മോൻ വലിയ വില്ലനാടാ, വലിയ വില്ലനാ മോൻ. ബാ. വീടൊന്ന് കണ്ടിട്ട് പോവാം. ഓ, ഇരുട്ടത്ത് ഞാൻ കയറുന്നില്ല. മതി ബാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളി പോയേച്ചും വന്നു. ഇത് മോനിക്കുട്ടൻ അവിടെ ഊരിയിട്ടിരുന്ന ഡ്രസ്സാ കഴുകാനുണ്ടോ. OBS ഒക്കെ കഴിഞ്ഞേട്ടോ. മോനിക്കുട്ടൻ ഇന്ന് ഞാൻ വന്ന് നിന്നില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് കുളിച്ച് അങ്ങ് പോയി പള്ളിയിൽ. സന്ധ്യാ നമസ്കാരം തുടങ്ങിയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. നിൽക്കാൻ സമയമില്ല. ഞാൻ മോനിക്കുട്ടനോട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നു. അപ്പം അവിടെ ചെന്ന് സന്ധ്യാ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ടീച്ചറിനെ കണ്ടു. ടീച്ചർ അപ്പം എന്നോട് ചോദിച്ചു സന്തോഷമായിരുന്നു. അല്ലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പള്ളിയിൽ ബയോ ക്ലാസ്സിൽ പോയ ദിവസങ്ങളിലൊക്കെ. ഇന്ന് അങ്ങോട്ട് പോയ വഴിക്ക് എന്നോട് പറഞ്ഞു ഭയങ്കര ഹാപ്പിയായി, ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ല, ഇന്ന് എനിക്ക് നല്ല ദിവസമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടിക്കാണും. അപ്പൊ മോനിക്കുട്ടൻ ഇന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ മോനിക്കുട്ടൻ കാണിക്കും കേട്ടോ. എടുത്തോണ്ട് വാ. പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാപ്പി, ചായ അല്ല കാപ്പി ഇടാൻ പോവാട്ടോ. കുഞ്ഞൊരു നല്ല സ്ട്രോങ് ഒരു കാപ്പി ഇട്ട് കുടിക്കട്ടെ. കാണിച്ചേ കിട്ടിയ സമ്മാനങ്ങളൊക്കെ. കഥപുസ്തകങ്ങളാണ്. ഒന്നിതാണ് സ്റ്റോറി ബുക്ക്, പിന്നെ ആലിബാബയും 40 കള്ളന്മാരും. പിന്നെ കിട്ടിയത് കളർ പെൻസിൽ. ഇന്ന് മോനിക്കുട്ടൻ ഇത് കളർ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. അത് രണ്ടും വരച്ചു വെച്ചേക്കും കേട്ടോ. അമ്മയുടെ കണ്ടുണ്ടോ? ഇത് നല്ല രസമില്ല. ഇത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വീട് അതാരാ അമ്മയാണ് വിളിക്കുന്നത്. ബ്രാൻഡിലോട്ട് മുടിയൊക്കെ ഇട്ട്
മോനുകുട്ടിന്റെ ഈ വർഷത്തെ ബൈബിൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞത് മോനുകുട്ടൻ വിഷമമായി. ഇനി നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, ഓശാന ഞായറാഴ്ചയും ഈസ്റ്ററും എല്ലാം വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാണ് ഇവിടെ പടയനും. അത് നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് ചൂട്ടുപോകും. അപ്പൊ ആ ലൈറ്റ് എല്ലാം തെളിയും. ഭയങ്കര ഭംഗിയാണ് കാണാനും. ഭയങ്കര എല്ലാം വീടുകളിലെല്ലാം വിരുന്നുകാർ വരുന്ന ദിവസമൊക്കെ ഈ പടയണിയുടെ ദിവസങ്ങളിലാണ് കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമാണ്, കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വരാനും പോകാനും ഒന്നും ആരും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഇതാ ഇഷ്ടം. വന്ന വഴിക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പാല് മേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കയറിയ വീണ്ടും പള്ളിയിൽ പോകാൻ താമസിക്കുന്നത്. പള്ളി പോയിട്ട് തിരിച്ച് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. പാലും മേടിച്ചു, മോനുകുട്ടന് പേസ്റ്റ്, പിന്നെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ ഇത് മോനുകുട്ടനെ ഇഷ്ടമുള്ളൊരു ആൻറ്റി ഉണ്ട്, ആൻറ്റി കൊടുത്തതാണ് കേട്ടോ, സ്നിക്കേഴ്സ്. എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, പക്ഷെ മോനുകുട്ടന് അറിയത്തില്ലായിരുന്നു ആ ചേച്ചിയെ. ഞങ്ങൾ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത് പരിചയക്കാരാണ്. പക്ഷെ മോനുകുട്ടൻ അങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോഴെല്ലാം എന്നോട് എപ്പോഴും പറയും മോനുകുട്ടനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു, ഇന്നാണ് കാണുന്നത്. അപ്പൊ മോനുകുട്ടനെ ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ പാലും ഒക്കെ മേടിച്ച് ഇങ്ങോട്ടിങ്ങ് പോരുന്നു. ഇനിയിപ്പോ നമുക്കൊരു കുഞ്ഞി കാപ്പി കുടിക്കും. മോനുകുട്ടന്റെ കിരീടം ഒരാൾ നീര് കടന്നു അതെടുത്ത് ഒറ്റ ഉള്ളി മസാലക്കപ്പലല്ലേ കേട്ടോ, എണ്ണം പൊറിക്കട്ടെ. കാപ്പി ഇടാം. എന്റെ പഴയ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഇമ്മിണി കാപ്പി, അത് മതി കേട്ടോ, കാരണം നമുക്ക് ചോറുണ്ടേണ്ടത്. അത്താഴം കഴിക്കാം. കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. ഇന്നലെ സന്ധ്യക്കൊക്കെ ഭയങ്കര ചൂട് ഉഷ്ണമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ആസ്വദിച്ച് ഉറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം ഈ ഇൻവേർട്ടർ കടന്ന് പോയാലേക്കും ഒക്കെ ആയിരുന്നു. എനിക്ക് പറ്റിയാൽ എനിക്ക് അറിഞ്ഞുകൂടാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്നേ. വെള്ളമൊക്കെ നിറച്ചിട്ടാ കഴിഞ്ഞ പ്രാവശ്യം മുത്ത് വന്നപ്പോൾ അതിനകത്ത് നിറച്ചായിരുന്നു ഇതുപോലെ അലച്ചപ്പോൾ. ഇപ്പൊ പിന്നെ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പോയി അതെല്ലാം ഓഫ് ചെയ്തു. ആദ്യം വിചാരിച്ചു കറണ്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ച് പോയി അടക്കം നോക്കിയിട്ട് പിന്നെ പോയി കിടന്നു. അപ്പൊ വീണ്ടും ഇത് കിടന്ന് ഇങ്ങനെ അരയ്ക്കും. പിന്നെ പോയി അത് ഓഫ് ചെയ്തു. പിന്നെ എൻ്റെ ഉറക്കമൊന്നും ശരിയായില്ല. അതുകൊണ്ട് മഴയൊക്കെ കേട്ട് നല്ല പേരു മഴയായിരുന്നു. ഇന്നും ഇപ്പൊ അതുപോലെ ഉഷ്ണമാ. രാത്രി ഇനി പെയ്യുമെന്ന് അറിയത്തില്ല.
ചൂട് വേണം. നമ്മള് പള്ളിയിൽ പോയേക്കുവായിരുന്നു. സന്ധ്യാനമസ്കാരത്തിന് പോയി. നാളെ ശനിയാഴ്ച പള്ളി കുർബാന സ്വീകരിക്കാൻ, അല്ലെ പിന്നെ താമസിച്ചാ ഒക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പോയി. ആ നമുക്ക് ചോറ് വിളമ്പാം. നിറച്ച് മോര് കൂട്ടണമെന്ന് തോന്നുന്നത്, അതുകൊണ്ട് ഏറെ മോര് കറി ഒഴിക്കുവാണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല, ചോറും ചിക്കനും മോര് കറി. മോനുകുട്ടൻ കഴിക്കാനിരുന്നു, ഞാനും പോയി കഴിക്കട്ടെ. നമുക്കിനി നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.